അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? സുഖം തന്നെ എല്ലാവർക്കും. മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് നമ്മളെ നാട്ടിൽ. നിങ്ങളെ നാട്ടിലേക്ക് എങ്ങനെ മഴയുണ്ടോ? ഏതായാലും നല്ല ഇതാണ്. ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്ന് പറയണത് പൊതുവെ ഉള്ളൊരു പ്രശ്നമാണ് കേട്ടോ ഞാൻ പറയണത്. നമ്മളെ കുടുംബത്തിൻ്റെ കാര്യം, നമ്മളെ ജീവിതമാർഗം, നമ്മൾ ജീവിച്ച് വന്നത് എങ്ങനെയാണ്, നമ്മൾ ഏത് രൂപത്തിലായിരുന്നു നമ്മുടെ കുടുംബങ്ങൾ ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ കുടുംബങ്ങളെയൊക്കെ വിടുക, നമ്മളെന്ന വ്യക്തി ജീവിച്ച് വന്നത് എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് ആരും പറയാതെ തന്നെ നമ്മളെ മനസാക്ഷിക്ക് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതായിരിക്കും. കാരണം മറ്റൊരു കാര്യമാകുമ്പോൾ, കുടുംബത്തിലുള്ളവരെ മറ്റുള്ളവരെ കാര്യമാകുമ്പോൾ അവർ പറയുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. ഒരുപക്ഷെ നമ്മളടുത്ത് വന്നിട്ട് അവർ നല്ല രൂപത്തിൽ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരവരുടെ വീട്ടിലാവുമ്പോൾ അവരവർ ചിലപ്പോൾ നമ്മളോട് പറയാത്ത പലതും അവർ പ്രവർത്തിക്കുന്നതാണ്, നമ്മളെ കുടുംബത്തിലാണെങ്കിൽ പോലും. പക്ഷെ നമ്മൾക്കറിയാം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മൾ ആരെ സഹായിക്കുന്നുണ്ട്, നമ്മൾ ആരൊക്കെ കുറ്റം പറയുന്നുണ്ട്, നമ്മളെ ആരൊക്കെ പച്ചർച്ചി തിന്നുന്നുണ്ട്, നമ്മൾ ആരൊക്കെ കുടുംബത്തിൽ കയറി കളിക്കുന്നുണ്ട്, ഇതെല്ലാം നമുക്കറിയാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്കതിനെപ്പറ്റി പറയാനുള്ളത് എന്താ വെച്ചാൽ, പല വീഡിയോസുകളും ഒരുപാട് വീഡിയോസുകളും ഞാൻ കാണുന്നുണ്ട്. അതിലൊക്കെ ഈ പറയുന്നത് മറ്റുള്ള കുടുംബത്തിനെ മോശമായിട്ട് ചിത്രീകരിക്കുക, വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ജീവിതത്തിൽ നമുക്ക് എന്നും ഇതേമാതിരിയുള്ള ആരോഗ്യവും ആഫിയത്തും തരട്ടെ അല്ലാഹു എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ എങ്കിലും നമ്മൾ വയസ്സാകും തോറും നമ്മളുടെ ആരോഗ്യം പോകും, നമ്മൾ അഴക് പോകും, നമ്മളെ പല്ല് പോകും, നമ്മൾ നാട്ടിൽ നമുക്കുള്ള വില പോകും, നമ്മൾ വീട്ടിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഒതുങ്ങി കൂടേണ്ടി വരും. ആ ഒരു സമയമാകുമ്പോൾ മറ്റുള്ള മനുഷ്യന്മാർ നമ്മളെ നോക്കുന്നത്, ഇവൾക്ക് നല്ല കഴിവുള്ള കാലത്തെ നല്ല കളി കളിച്ചവളാണ് അവളെ നമുക്കറിയാലോ, കണ്ടില്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയ കൂടെ കണ്ടിരുന്നില്ലേ, ഇവളൊക്കെ എന്തായിരുന്നു, ഇവളൊക്കെ സംസാരത്തിൻ്റെ രീതി എന്തായിരുന്നു, ഇവളൊക്കെ നാക്കിൻ്റെ ചലപ്പ്, ഇപ്പോൾ അവൾ ഒതുങ്ങി കൂടി ഇരിക്കുന്നുണ്ട്. അതൊക്കെ എപ്പോഴാണ് വരികയെന്നറിയാം, നമുക്ക് കുറച്ച് വയസ്സായി, നമുക്ക് നീക്കാനും ഇതിനും വയ്യാതെയായി, ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നമ്മളൊരു ആസ്പത്രി പോകുമ്പോഴോ, അല്ലെങ്കിൽ ആസ്പത്രിയിൽ പോയി ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ പോയിരിക്കുമ്പോഴോ, ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ മറ്റുള്ള മനുഷ്യന്മാർ നമ്മളെ നോക്കിയിട്ട് പറയുന്ന ഈ വാക്കായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ പറയുന്ന ഈ വാക്കുകൾ കൊണ്ട് ഒരുപക്ഷെ ചിലർ നന്നായിട്ടുണ്ടാവാം. പക്ഷെ ഞാൻ ആരെയും വിമർശിക്കരുത് എന്നല്ല പറഞ്ഞു തരുന്നത്. വിമർശനത്തിനും ഒരു മാന്യത ഉണ്ട്. നമ്മളിപ്പോൾ ഒരാളെ വിമർശിക്കുകയാണെങ്കിൽ മാന്യമായിട്ട് വിമർശിക്കുക. അതായത് ഒരു ഉപദേശം മാതിരിയോ, അല്ലെങ്കിൽ അവരെ ഒരു നമ്മളെ ഒരു ചേർത്ത് പിടിച്ചും കൊണ്ടുള്ള ഒരു ഉപദേശം ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് വിമർശിക്കാം, ആരെയും വിമർശിക്കാം. പക്ഷെ അങ്ങോട്ട് അവരെ അങ്ങോട്ട് തറയിലിട്ട് ചവിട്ടി തേച്ച് ഒട്ടിച്ചുകൊണ്ടുള്ളൊരു വിമർശനത്തിന് ഞാൻ തയ്യാറില്ല. കാരണം ഞാൻ ചെയ്യൂല, ചെയ്യുന്നവരുണ്ടായിരിക്കാം, ഞാൻ ചെയ്യില്ല, എനിക്കതിൻ്റെ മനസാക്ഷി അതിനെ സമ്മതിക്കൂല. അപ്പം അങ്ങനെ ചെയ്യുന്നവരെല്ലാം, അങ്ങനെ ചെയ്തിട്ടുള്ളവർക്കെല്ലാം ഇന്ന് നമ്മൾ കണ്ട് പല പ്രശ്നങ്ങളും അവർക്ക് വരുന്നതും അവരത് നേരിടുന്നതും നമ്മൾ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും ഒരുപാട് അനുഭവങ്ങൾ നമ്മൾക്ക് അതിനെപ്പറ്റി പറയാൻ കഴിയും. ഒരുപാട് അനുഭവങ്ങൾ, കേസ് വരുന്നു, അതിൻ്റെ പുറകെ നടക്കേണ്ടി വരുന്നു. അത്ര കാലം ഘോരം പ്രസംഗിച്ച് ഞാൻ ഒന്നിനും വകവയ്ക്കില്ല, എനിക്ക് ഒരു പേടിയുമില്ല, എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നവർ പോലും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് തന്നെ കണ്ണീരൊഴുക്കി വീഡിയോ ചെയ്യണം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ മറ്റുള്ളവരെ മുമ്പിൽ നമ്മൾ വിഷമിച്ചിട്ട് വീഡിയോ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പരിധി വിട്ട് മറ്റുള്ളവരെ നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ വിമർശിക്കുമ്പോഴാണ് പടച്ച റബ്ബ് നമുക്കെതിരെ ഏതെങ്കിലും ഒരാളുടെ രൂപത്തിൽ നമ്മൾക്കെതിരെ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ വിമർശനത്തിനോ അല്ലെങ്കിൽ വിമർശിക്കാനോ നമുക്ക് ആരെയും വേണം വിമർശിക്കാം. ഈ വിമർശനത്തിന് ഒരു മാന്യതയുണ്ട്. ആ വിമർശനം, ആ മാന്യത വിട്ടിട്ടാകുമ്പോഴാണ് പ്രശ്നങ്ങളാവുന്നത്. അല്ലെങ്കിൽ നമുക്ക് വിമർശിക്കുന്നതിനോ പറയുന്നതിനോ ഒരു കുഴപ്പമുണ്ടാവില്ല, ആർക്കും അതുകൊണ്ട് ദോഷം വരാൻ പോകുന്നില്ല. വിമർശിച്ച നമ്മൾക്കേ ദോഷം വരാൻ പോകുന്നില്ല, കാരണം നമ്മൾക്കും അതുകൊണ്ട് നന്മ മാത്രമേ വരാൻ പോകുന്നുള്ളൂ. കാരണം നമ്മളൊരു ഉപദേശം മട്ടിലോ ഏതൊരു വീഡിയോ ആയിക്കോട്ടെ, ഒരാൾ ചെയ്യുന്ന വീഡിയോക്ക് അപ്പം തന്നെ നമ്മൾ തിരിച്ച് മറിച്ച് വീഡിയോ ചെയ്യുകയാണെങ്കിലും കൂടിയിട്ട് അതേ ഇതിൽ തന്നെ എടുത്തിട്ട് നമുക്ക് മാന്യമായി വിമർശിക്കാമല്ലോ. അനാവശ്യങ്ങൾ പറയാതെ, തെറികൾ പറയാതെ തന്നെ നമുക്ക് വിമർശിക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം,
തെറികൾ പറയില്ല എന്ന് തീരുമാനിച്ച ഞാൻ, ഒരു വാക്ക് പോലും ഞാൻ തെറി പറയില്ല എന്ന് വിചാരിച്ച ഞാൻ, ഇന്നലെ എനിക്കൊരു ഒരു തെറി എന്നല്ല, പക്ഷേ എങ്കിലും ഞാനൊരു വാക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ലൈവിൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയ്ക്കും ഒരു മോശമായ കമൻറ്റ് എനിക്ക് വരികയുണ്ടായി. ആ ഒരു കമൻറ്റിനുള്ള റീപ്ലൈ ഞാൻ കൊടുത്തു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു കുട്ടി മാത്രമേ എൻ്റെ ലൈവിലുണ്ടായിരുന്നുള്ളൂ, ബ്ലൂ കൊടുത്തേ. ബാക്കിയുള്ളവരൊക്കെ എത്തിച്ചേരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ എത്തിച്ചേർന്നപ്പോഴത്തേന് ഞാനൊരു വാക്ക്, ഞാൻ ഉടനെ തന്നെ എന്ത് ചെയ്തു, ഇവൻ ഇട്ട കമൻറ്റ് 2ാം പ്രാവശ്യം ഇവൻ ഇത് തന്നെയാണ് കമൻറ്റ് ഇടണമെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ആദ്യത്തെ കമൻറ്റായിരുന്നു കുറച്ച് കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു കമൻറ്റിനെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, നിനക്ക് ഇനി നീ ഇട്ടോ, ഞാനിത് പബ്ലിക്കാക്കും. ഈ സ്ക്രീൻഷോട്ട് കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ പബ്ലിക്കാക്കും എന്ന് പറഞ്ഞ സമയത്ത് അവൻ എന്ത് ചെയ്തത്, അവൻ്റെ തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ അവർക്കറിയാം ഇത് ഇടാൻ പാടില്ല, ഇത് പുറത്ത് പോയാൽ മോശമാണെന്ന് അവർക്കറിയാം. പക്ഷേ എങ്കിലും അവരത് ചെയ്യും. കാരണം ഉമ്മയും പെങ്ങളും അമ്മയും സഹോദരനും ഒന്നും ഇല്ലാത്ത ഈ ഏത് കമൻ്റ് ഇടുന്ന ആൾക്കാർക്കാണെങ്കിലും ഒരമ്മയും പെങ്ങളും ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. പാറയിൽ പൊട്ടി മുളിച്ച് വരുന്നവരാരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ വാക്ക് ഞാൻ പറയാം. ഇപ്പോൾ തന്നെ സമയം 6 മിനിറ്റായി. അപ്പോൾ ഇതിൻ്റെ വാക്ക് ഞാൻ പറയാം. ഇപ്പോൾ ഇതോടുകൂടി ഞാൻ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും സ്വന്തം വിചാരിക്കണം മഴയുണ്ട്, അസ്സലാമു അലൈക്കും, നേരം വൈകിയെന്ന് കുറച്ച്. അപ്പോൾ അതുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് വിചാരിക്കുന്നു ഞാൻ. എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ശത്രുക്കൾ എന്ന് പറയാൻ ആരുമില്ല. കാരണം എല്ലാവരെയും ഞാൻ എൻ്റെ കൂടപ്പുറപ്പുകളമാതിരി അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരിമാതിരി തന്നെയാണ്. ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു, ഏത് വകയിലാടി നിനക്ക് ഞാൻ സഹോദരി ആയതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അന്ന് പറഞ്ഞു കൊടുത്താൽ എന്താണെന്നറിയാം, അതിന് മറുപടി ആയിട്ട് സ്കൂളിൽ നമ്മൾ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു സത്യപ്രതിജ്ഞ, കൈ നീട്ടി പിടിച്ചിട്ട് ഇന്ത്യക്കാരെല്ലാം എൻ്റെ സഹോദരന്മാരാണെന്ന്. അപ്പോൾ അന്ന് പഠിച്ചില്ല, അതേ രൂപത്തിലുള്ള സംസാരം തന്നെയാണ് ഞാൻ ഇന്നും സംസാരിക്കണം. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അനാവശ്യമായി പറയേണ്ട സന്ദർഭങ്ങളുണ്ടാവും. അത് നമ്മൾ ഒരുപാട് ക്ഷമിക്കും. 3 വർഷം ഞാൻ ശ്രമിച്ചിട്ട് 4ാമത്തെ വർഷത്തിലാണ് എനിക്ക് ഇങ്ങനെ ഒരു വാക്ക് പറയേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ പരിധി വിട്ട് വേദനിപ്പിക്കാതിരിക്കുക. എന്ത് തന്നെ ആയാലും നമ്മൾ മറ്റുള്ളവരെ പരിധി വിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നാൾ അല്ലെങ്കിൽ മറ്റൊരു നാൾ നമ്മൾക്ക് തിരിച്ചടിക്കും എന്നുള്ള ചിന്തകൾ വയ്ക്കുക. നമ്മൾക്ക് വയസ്സാകും, നമ്മൾക്കും ആരോഗ്യം ക്ഷയിക്കും, നമ്മളെ അന്തസ്സും അഴകും പല്ലും എല്ലാം പോകും. അപ്പോൾ അതുകൊണ്ട് പരിധി വിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. അപ്പോൾ ഇതെനിക്ക് പറയാനുള്ളൂ ഈ ഒരു വീഡിയോസിൽ. അടുത്ത വീഡിയോസ് ഞാൻ വേറെ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു.